ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കെമിക്കൽ ബോണ്ട്? ഓക്കെ, ദെൻ കെമിക്കൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിയറി അല്ലെ, ലൂയിസ് അപ്രോച്ച് ഓർ കോസൽ-ലൂയിസ് അപ്രോച്ച്. ആ കോസൽ-ലൂയിസ് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഒക്ടറ്റ് റൂൾ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോ ആ ദാറ്റ് അപ്രോച്ച്, കോസൽ-ലൂയിസ് അപ്രോച്ച് ആണ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് കൊണ്ടുവന്നത്. ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോ ഈ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്താണ് പറയുന്നത്? ഏതൊരാറ്റവും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് തൊട്ടടുത്ത നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്വയർ ചെയ്യാനാണ് ഏതൊരാറ്റവും കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അവസ്ഥ അല്ലേ, അതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്, every atom take part in bond formation to complete their octet or to acquire the electronic configuration of the nearest inert gas, or we can say that yes, to acquire the 8 electron configuration in its outermost shell. Then ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഒരാറ്റം കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ നോബിൾ ഗ്യാസിനെ പോലെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നോബിൾ ഗ്യാസ് ലൈക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുന്നത്? ഓക്കെ, 3 തരത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, mainly three types of chemical bonds. അല്ലെങ്കിൽ മൂന്ന് തരത്തിൽ ആറ്റങ്ങൾക്ക് കമ്പൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്പർ 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ഓഫ് an element to the atom of another element. ഒരു എലമെന്റിന്റെ ഒരാറ്റത്തിലുള്ള ഇലക്ട്രോൺ, അതായത് ഇത് എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ, മറ്റൊരു എലമെന്റിന്റെ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുമ്പോൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. Okay, from the valence shell of an atom to the valence shell of other atom. അങ്ങനെ ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന പേരെന്താ? ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഈസ് കോൾഡ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വരുന്ന ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നമ്പർ 2, ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് from one atom of an element to the atom of the another element. രണ്ട് എലമെന്റ്സിന്റെ ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺസിനെ തുല്യമായി പങ്കുവയ്ക്കുന്നത് മൂലവും കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. കോവാലന്റ് ബോണ്ട് മലയാളം പഠിച്ച കുട്ടികൾ സഹസംയോജക ബന്ധനം എന്ന് കേട്ട് കാണും. സഹസംയോജക ബന്ധനം, അതാണ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, ആൻഡ് ദ തേർഡ് ടൈപ്പ് ബോണ്ട് ബൈ വൺ സൈഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. വൺ സൈഡ് ഷെയർ, അപ്പോൾ ഷെയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിനെ ഏതെങ്കിലും ഒരാറ്റം മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ രണ്ടാറ്റവും കോവാലന്റ് ബോണ്ടിൽ എന്താണ്? ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസിനെ രണ്ടാറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, രണ്ടാറ്റവും സംഭാവന നൽകുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് തേർഡ് ടൈപ്പ് ബോണ്ടിങ്ങിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ബൈ വൺ സൈഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ആറ്റം മാത്രമാണ് ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സംഭാവന നൽകുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, there are 3 types of chemical bonds: ionic bond, covalent bond and coordinate bond. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ടൈപ്പ് കെമിക്കൽ ബോണ്ട്, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്താണെന്ന് നോക്കാം.
ഒരു എക്സാമ്പിളിന്റെ സഹായത്താൽ അയോണിക് ബോണ്ട് ഫോർമേഷൻ നമുക്ക് പഠിക്കാം. യെസ്, കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സോഡിയം ക്ലോറൈഡിനെ ഫോം ചെയ്യുന്നത് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എ സോഡിയം ആറ്റം ആൻഡ് ക്ലോറിൻ ആറ്റം അല്ലെ. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 281 അല്ലേ. അപ്പൊ സോഡിയം ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ആണ്. ആ 1നെ നമുക്ക് സോഡിയത്തിന്റെ സിമ്പൽ എഴുതിയിട്ട് ഒരു ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലൂയിസ് സിമ്പൽ. ഓക്കെ, യെസ്, ലൂയിസ് സിമ്പൽ ഓഫ് സോഡിയം ഇതാണ് അല്ലേ. ദെൻ ക്ലോറിൻ ആറ്റോമിക് നമ്പർ ഈസ് 17. ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. 287. അപ്പോ ക്ലോറിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം അപ്പൊ എത്രയാ? 7 ആണ് അല്ലെ. 2 + 2 6 + 1 7. അപ്പോ സോഡിയം ആറ്റത്തിന് 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഓക്ടറ്റ് കോൺഫിഗറേഷൻ, തൊട്ടടുത്ത നോബിൾ ഗ്യാസിനെ പോലെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൈവരിക്കാനുള്ള, അറ്റൈൻ ചെയ്യാനുള്ള എളുപ്പ വഴി എന്താ? സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാം അല്ലെ. അപ്പൊ സോഡിയം ആറ്റം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. അപ്പൊ സോഡിയത്തിന്റെ നമുക്കറിയാം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ചാർജ് എന്താവും? 1 പോസിറ്റീവ് ചാർജ് ആവും അല്ലെ. അപ്പോൾ Na+ പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്. പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ്. അപ്പൊ ഇവിടെ Na+ ഉണ്ട്. Na+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2H. അതുപോലെ ക്ലോറിന് 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനുള്ള എളുപ്പ വഴി എന്താ? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക അല്ലേ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ സോഡിയം ക്ലോറിനെ കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഈ ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക് പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ക്ലോറിൻ നോക്കിക്കോളൂ, ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു അല്ലെ. യെസ്, നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറി. നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ആർ കോൾഡ് ആനയോൺ. യെസ്, അപ്പോ ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും? 288 ആവും. പിന്നീട് ഇവിടെ ഈ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈദ്യുതാകർഷണ ബലം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ Na+ഉം Cl- ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അടുത്തേക്ക് വരും. അപ്പൊ അവ തമ്മിൽ ഒരു സ്ട്രോങ് അയോണിക് ബോണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് അല്ലെ, പ്രധാനമായിട്ടും 2 പോയിന്റാണ്. ഒന്ന്, നമ്പർ 1, the ionic bond is formed by the complete transference of valence electron from one atom to the valence shell of other atom. ഒരാറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഇലക്ട്രോണുകൾ വേറൊരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ, മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. Next, what is meant by ionic bond? Ionic bond is the electrostatic force of attraction which holds oppositely charged ions in a molecule. ഒരു മോളിക്യൂളിൽ ഓപ്പോസിറ്റ് ചാർജുള്ള, വിപരീത ചാർജുള്ള അയോൺസിനെ ചേർത്ത് നിർത്തുന്ന, ബൈൻഡ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം വാലൻസി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സംയോജകത അല്ലെ. വാട്ട് ഇസ് മീൻ വാലൻസി? വാലൻസി ഇസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് an atom. നമുക്കറിയാം the valency of an atom determines the number of valence electrons, the number of electrons in the valence shell of an atom. ഒരു ആറ്റത്തിന്റെ വാലൻസ് തീരുമാനിക്കുന്നത് ആ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ് ആണ് എന്ന കാര്യവും നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ അയോണിക് ബോണ്ട് ഫോർമേഷന് പങ്കെടുത്ത ആറ്റങ്ങളുടെ വാലൻസി നമ്മൾ ഇലക്ട്രോ വാലൻസി എന്ന ടേം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോ വാലൻസി.
അയോണിക് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്ത ആറ്റങ്ങളുടെ വാലൻസിയെ നമ്മൾ ഇലക്ട്രോ വാലൻസി എന്ന ടേം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോ വാലൻസി. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു ഇലക്ട്രോ വാലൻസി ഓഫ് സോഡിയം ഈസ് +1 ആൻഡ് ക്ലോറിൻ ഈസ് -1. ചുരുക്കത്തിൽ പറഞ്ഞാൽ സോഡിയത്തിന്റെ ഇലക്ട്രോ വാലൻസിയും 1 ആണ്, ക്ലോറിൻ ഇലക്ട്രോ വാലൻസിയും 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ സോഡിയം എന്താ ചെയ്തത്? അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. ക്ലോറിൻ എന്താ ചെയ്തത്? അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോ വാലൻസി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ബൈ an atom while forming ionic bond. അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരാറ്റം സ്വീകരിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇലക്ട്രോ വാലൻസി. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് 2 ടൈപ്സ്, ബാക്കിയുള്ള 2 ടൈപ്പ് കെമിക്കൽ ബോണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോവലന്റ് ബോണ്ട് ആൻഡ് കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.